ആശാ വർക്കർമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചുവെന്ന സർക്കാർ വാദം വസ്തുതാ വിരുദ്ധമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. ശമ്പള വർധനവ് PSC ചെയർമാനും അംഗങ്ങൾക്കും മാത്രമാണെന്ന് സമരക്കാർ പരിഹസിച്ചു. സമരത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ സർക്കാർ നടത്തുന്ന ശ്രമം ദൗർഭാഗ്യകരമാണെന്നും ആനുകൂല്യം ലഭിക്കാതെ സെക്രട്ടേറിയറ്റ് നടയിലെ സമരത്തിൽ നിന്ന് പിന്നോട്ടു പോകുന്ന പ്രശ്നമില്ല എന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ഞങ്ങൾക്ക് അധ്വാനിച്ച കാശാണ്. ഞങ്ങൾക്ക് മഴയും വെയിലും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾ തീയിൽ കുരുത്തവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വെയിലും മഴയും എത്ര വേണോ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് ഞങ്ങൾക്ക് തന്നേ പറ്റൂ. തരാതെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ഇഞ്ച് നീങ്ങൽ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം സാറ്, ഇവിടെ ഞങ്ങൾക്ക് പാർട്ടിയില്ല. ഞങ്ങൾ ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരൊറ്റ യൂണിയനേ ഉള്ളൂ. ആ ഒരു പാർട്ടി ഞങ്ങൾ വനിതകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം ബാക്കിയുള്ള പാർട്ടിക്കാരും പൊതുജനങ്ങളും എല്ലാം സഹായിച്ചാണ്, ഞങ്ങൾ പിന്തുണച്ചും സഹായിച്ചാണ് ഞങ്ങളിപ്പോൾ ഈ നിലയിൽ ഇവിടെ എത്തിയത്. ഇവിടെ പയറും കഞ്ഞിയാണെങ്കിൽ പയറും കഞ്ഞി, ഉപ്പൊഴിച്ചാണെങ്കിൽ ഉപ്പൊഴിച്ച്, എല്ലാത്തിനോടും ഞങ്ങൾ സഹകരിച്ച് ഞങ്ങൾ പോകും. പക്ഷേ ഞങ്ങൾ അധ്വാനിച്ച് മഴയത്തും വെയിലത്തും അധ്വാനിച്ച കാശ് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. അധ്വാനിക്കാനും ഞങ്ങൾ ഇനിയും തയ്യാറാണ് അധ്വാനിക്കാൻ. പക്ഷെ ഞങ്ങളെ പേടിപ്പെടുത്തി ഓട്ടിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ മാനസികമായി തകർന്നു പോകും. ഇനി തകർക്കരുത്. പ്രശാന്ത് ചേർന്നു. പ്രശാന്ത്, ഞങ്ങളെ തകർക്കരുത് എന്നാണ് ആശാ വർക്കർമാർ പറയുന്നത്. അവർ ജോലിയെടുക്കാൻ തയ്യാറാണ്, പക്ഷേ പണിയെടുത്തതിൻ്റെ കൂലി തരൂ, അതാണ് ആശാ വർക്കർമാർ പറയുന്നത്. ഓണറേറിയത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റ് നടയിൽ ഈ കനത്ത ചൂടിനെയും അവഗണിച്ച് അവർ സമരം തുടരുകയാണ്. പ്രശാന്ത്, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഈ കനത്ത ചൂടും മഞ്ഞും അവഗണിച്ച് കഴിഞ്ഞ 14 ദിവസമായി സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ സമരത്തിലാണ് ആശാ ജീവനക്കാർ. അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം നമുക്ക് അതിലേക്കൊന്ന് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 260 രൂപ മാത്രമാണ് അവർക്ക് ലഭിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ആ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് അവർക്ക് അടിസ്ഥാനമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം ആരംഭിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 10-ാം തീയതിയാണ് ഈ സമരം ആരംഭിക്കുന്നത്. ഓണറേറിയം അടക്കം വർദ്ധിപ്പിക്കുക എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെൻഷൻ പിരിഞ്ഞുപോക്കുമായി ബന്ധപ്പെട്ട് 62 വയസ്സ് നിജപ്പെടുത്തിയ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്. എന്നാൽ ആനുകൂല്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഇവരെ പിരിച്ചുവിടുന്നത്. അതുകൊണ്ട് ആനുകൂല്യങ്ങൾ നൽകാൻ തയ്യാറാകണമെന്ന് അടക്കമുള്ള ഒട്ടനവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സമരത്തിലേക്ക് കടന്നത്. ആ സമരത്തിന് വലിയ ജനകീയ പിന്തുണ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ മണ്ഡലത്തിലുള്ള നിരവധി പേർ ഈ സമരത്തെ അനുകൂലിച്ച് സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാരെ അനുകൂലിച്ച് സമരപ്പന്തലിലെത്തുന്നുണ്ട്. എന്നാൽ സർക്കാരിന്റെ സമീപനം എന്നത് ആദ്യം ഒരു ഘട്ടത്തിൽ മാത്രം ചർച്ചയ്ക്ക് വിളിച്ചുവെങ്കിൽ പിന്നീട് ചർച്ചകളൊന്നും നടന്നിട്ടില്ല. മാത്രമല്ല, ശമ്പളം നൽകിയെന്നൊരു പൊള്ളയായ വാഗ്ദാനം മാത്രമാണ് സർക്കാർ നൽകുന്നത്. മാത്രമല്ല, മറ്റൊന്ന്, ഈ സമരക്കാരെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്ന ഒരു നടപടി സർക്കാരിൻ്റെ മന്ത്രിമാരുടെ ഭാഗത്തുണ്ടായി, KN ബാലഗോപാലിൻ്റെ അടക്കമുള്ളവരുടെ ഭാഗത്തുണ്ടായി. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മുകളിലേക്ക് ഈ വിഷയം വെച്ചുകൊണ്ട്, അതായത് കേന്ദ്രം പണം നൽകാത്തത് കൊണ്ടാണ് സംസ്ഥാനം പണം നൽകാത്തത് എന്നതടക്കമുള്ള വാദഗതികൾ, നിത്യേന ഉന്നയിക്കുന്ന വാദഗതികൾ ഈ സംഭവത്തിന് ഉന്നയിച്ചുകൊണ്ട് സമരത്തെ വഴിതിരിച്ചുവിടുന്ന അടക്കമുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കുകയും ചെയ്തു. ഇങ്ങനെ സമരത്തെ വക്രീകരിക്കുന്ന നിലയിലേക്ക് പോകുകയും സമരക്കാരെ കണ്ടില്ല എന്ന് നടക്കുന്ന ഒരു സമീപനമാണുള്ളത്. ഈ സമരത്തെ CPI, അതായത് സംസ്ഥാന സർക്കാരിന്റെ മുന്നണിയിൽപ്പെട്ട ഒരു പ്രബല കക്ഷിയായ CPI അനുകൂലിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം CPIയുടെ ഒരു പ്രമുഖ നേതാവായ സി ദിവാകരൻ ഈ സമരത്തെ അനുകൂലിച്ച് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, AITUC അടക്കം അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഈ സമരക്കാരെ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ സമരക്കാരോട് ഒരു മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇപ്പോൾ ഈ ഓണറേറിയം അടക്കം നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുന്നത്. അത് ഈ സമരം എന്ന് പറയുന്നത് വിവിധ തൊഴിലാളികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ, അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന ഒരുപറ്റം മഹിളകൾ, വനിതകൾ ഈ സമരത്തിൽ ഏർപ്പെടുമ്പോൾ ആ സമരത്തെ ഒരു പക്ഷത്തിൻ്റെ ഭാഗത്തേക്ക്, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമരമായി ചിത്രീകരിക്കുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നു. അങ്ങനെ ഇത് രാഷ്ട്രീയ സമരമാക്കിക്കൊണ്ട് ഇവരുടെ സമരത്തെ അടിച്ചമർത്തുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് സംസ്ഥാന സർക്കാരും കടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സമരക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ അത് നൽകേണ്ടതില്ല എന്നൊരു സമീപനം കൂടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രതിഷേധവും അതോടൊപ്പം തന്നെ ശക്തമാകുന്ന സാഹചര്യമാണുള്ളത്. ഈ സമരസമിതിയും സമരാനുകൂലികളായിട്ടുള്ള വനിതകളും പറയുന്നുണ്ട്, എന്തായാലും മരണം വരെ ഇവിടെ തന്നെ തുടരും. തങ്ങൾക്ക് ഈ സെക്രട്ടേറിയറ്റിന്റെ പടിക്കിലേക്ക് വന്നത് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. സമരം ചെയ്തുകൊണ്ട് അത് നേടിയെടുക്കുക എന്നാണ്
തങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവസാന ശ്വാസം വരെ ഇവിടെ നിന്ന് മരിക്കേണ്ടി വന്നാലും ശരി കുഴപ്പമില്ല, അവസാന ശ്വാസം വരെ തങ്ങളുടെ ആവശ്യം നിറവേറ്റിക്കൊണ്ട് സമരത്തിലേർപ്പെടും. അതിനുശേഷം മാത്രമേ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിൽ നിന്നും സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്നും പിൻവാങ്ങുമെന്നാണ് അറിയിക്കുന്നത്. എന്തായാലും ഇന്നും സമരം തുടരുകയാണ്. ഇന്ന് 14ാം ദിവസത്തേക്ക് കടക്കുകയാണ്. ഇന്ന് നെൽകർഷകരടക്കമുള്ളവർ ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല നേതാക്കളും സമര അനുകൂലികളുമായി സംസാരിക്കാൻ എത്തുന്നുണ്ട്. സമരത്തെ അനുകൂലിച്ചെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ആശാ വർക്കർമാർ നടത്തിവരുന്ന സമരം 14ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അത് കൂടുതൽ ശക്തമാക്കുകയാണ്. ആ സമയം സംസ്ഥാന സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയും ചെയ്യുകയാണ്. വിനോദ്, അതെ, വളരെ വ്യക്തമാണ്. തുച്ഛമായ വേതനം പറ്റുന്ന ആശാ വർക്കർമാരാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട ഓണറേറിയം അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകാത്തതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ 2 ആഴ്ചയായി സമരം തുടരുന്നത്. ഇത് രാഷ്ട്രീയപ്രേരിതമാണ് എന്നുള്ള നിലയിൽ ഭരണകക്ഷി ഇതിനെ വിമർശിക്കുമ്പോഴാണ് പണിയെടുത്തതിൻ്റെ പണം നൽകൂ സർക്കാർ എന്ന മുദ്രാവാക്യവുമായി ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ ഈ കടുത്ത വേനലിനെയും അവഗണിച്ച് സമരം തുടരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.